അസ്സലാമലൈക്കും ചെങ്ങന്മാരെ. ഞാൻ നിങ്ങളെ സ്വന്തം കുറച്ച് കാലം വീഡിയോസ് വന്നിട്ടാന്ന് അറിയാം. ആകെ വേർത്ത് കുളിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഇപ്പം ഉള്ളത് പരശുരാം എക്സ്പ്രസ് പരശുരാം ട്രെയിനിലാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ട്രാക്കിൽ കൂടെ നടന്നു വരികയല്ല, അതൊന്നും വീഡിയോ എടുക്കാനില്ല. നാട്ടിന് വേർത്ത് കുളിച്ച് നാറി നിൽക്കുന്നതാണ്. പക്ഷേ നാട്ടകത്ത് ഒരു 3 കിലോമീറ്റർ ഏകദേശം 3 കിലോമീറ്റർ നടന്നിട്ട് ആ അവസ്ഥയിലപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരാളുണ്ട്. അപ്പം ഓക്കെ, നമ്മൾ യാത്ര ഏതായാലും കോഴിക്കോടൊക്കെ ഒരു കല്യാണത്തിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ ഇൻഷാല്ല നമ്മൾ യാത്രയിൽ പോവാണ്. ബാക്കി 2 എണ്ണം ടോട്ടൽ 5 ആൾക്കാർ. ഞങ്ങള് ബാക്കി 2 ആൾക്കാർ വണ്ടി ഇട്ടിലൊക്കെയല്ലേ. പിന്നെ ഞങ്ങൾ നടന്നു വാങ്ങി. വാട്ട് ഈസ് ദിസ്? 4 മണിക്ക് ഇറങ്ങിയിട്ട് നടങ്ങി. അവിടെ പട്ടി ഉണ്ടായിനോടോ, 3 പട്ടി. അത് മതിലിന്റെ മുകളില്. എന്നിട്ട് കൊരക്ക ഒന്ന് അങ്ങോട്ട് പറഞ്ഞോ ചാടും. ടാസ്കാ. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 5 മണി. ഏതെടുക്കാലല്ലേ? മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് വണ്ടി വിട്ടിട്ടുണ്ട്. കണ്ടോ, ഇതാ ഈ റൂട്ടിൽ കൂടെ നമ്മൾ നടന്നു വന്നത്. അതാ ടാസ്ക്. കാണിക്കോ, അത് കാണുന്നത് ജംഗ്ഷൻ റൂട്ട്. ഈ റൂട്ട് അങ്ങനെ കാണിക്കുമോ? കാണിക്കാൻ പറ്റില്ല. അല്ലോ, രാത്രി ഇരുടാ പിടിച്ചതിൽ റെയിൽവേ കൂടെ നടന്നു വന്നിട്ട് രാത്രിയല്ല പലച്ചട്ടോ. ടാസ്കായിരുന്നു. നായിൻ്റെ മക്കളുണ്ടായിരുന്നു 3 എണ്ണം. അങ്ങോട്ട് എന്തേ പ്രതികരിച്ച് അപ്പം കിട്ടൊരു കടി കുരച്ചിട്ട് ഞങ്ങളൊരു ധൈര്യത്തിൽ അങ്ങനെ നടന്നിട്ട് പോകുന്നു. എത്ര മതി 8 മണി രാവിലത്തെ. എത്ര വ്യക്തിയുണ്ട്, വലിയ വെളിച്ചൊന്നുമില്ല. പക്ഷെ 5 മണിക്കത്തെ ട്രെയിന് പിടിച്ചും തറച്ചൊക്കെ ഇട്ടിട്ട് ഇപ്പോഴാണ് പോകുന്നത്. ഇപ്പോൾ ഒരു 5:20 ടൈപ്പ്. 5 മണി കൃത്യത്തിന് സ്റ്റേഷൻ നൽകും. പക്ഷെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് മാത്രം. നേത്രാവതി ഇത്രേനെ മുന്നേ പിടിച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ ശുദ്ധമെല്ലാം അനങ്ങി നേത്രാവതി പാലം അങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോണോക്കെ ഇപ്പോഴും കഴിഞ്ഞില്ല. മെല്ലനെ അനങ്ങി ഇങ്ങനെ കുണുങ്ങി പാലത്തും കൂടെ പോകുന്നു ട്രെയിന്. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഏതായാലും ഒരു ഏതോ 4-5 സ്റ്റേഷൻ വരെ ഏകദേശം ലൈറ്റായിട്ട് കാണിക്കുന്നുണ്ട്. കോഴിക്കോട് ഏകദേശം കൃത്യം ഒരു 8:27 ആ ടൈമിൽ കാണിക്കുന്നുണ്ട് എത്തണം. ഇതിന് ശേഷം ഒരു ട്രെയിനും കൂടെ ഉണ്ട് 5:14. പക്ഷെ അത് എപ്പോഴും എത്താറിയോ? 10 മണിക്ക് 2 മണിക്കൂർ ഡിഫറൻസിൽ അവിടെ എത്തുള്ളൂ. അങ്ങനത്തെ രീതിയിൽ അവിടെ എത്തുന്ന രീതിയിൽ വേറെ ഒന്നുകൂടി കാണിക്കുന്നത്. നമ്മളിത് അങ്ങനത്തില്ല, പിടിച്ച കിട്ടിയല്ലോ. സ്പീഡ് കൂടിങ്ങനെ കേട്ടോ. സ്പീഡ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. നമ്മളെന്താ പോകുന്നു, റെയിൽവേന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇടയിൽ ഹോട്ടലിൽ പോകണമല്ലോ. നമ്മളെ വേറെ ജില്ലത്തെ 2 കുരിപ്പുകളുടെ പോലത്തെ ഇടയിൽ ഹോട്ടലിൽ പോകണം പറഞ്ഞ് നടക്കണം. വിശക്കണം കേട്ടോ. റെയിൽവേന്നൊക്കെ ഇറങ്ങി ഓരോ 42 ട്രെയിൻ വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട്. ഇതിപ്പോൾ ഏത് സ്ഥലം? ചന്ത, ഹിന്ദി ചന്ത. ബസാറാണ്. യെസ്, ആയിക്കൂടെ. ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം ഇവിടെ ഒരു തിരക്കില്ല. ഇനി അവിടെയാണ് തിരക്ക് കാണാൻ പോണത്. കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. ഇതാണ് ബിഗ് ബസാർ. കോഴിക്കോടിൻ്റെ സ്വന്തം ഒരു ചന്ത ഏരിയ പോലെ എല്ലാ ടൈപ്പ് സ്റ്റോറും ഉണ്ടാവും ഇവിടെ. ഉണ്ടാവും ഇങ്ങനെ ഒരു ഷീറ്റൂട്ടാ. അപ്പോൾ വെയിലിനൊരു ആശ്വാസം. ഇതിൽ എങ്ങനെ നടന്നു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല, കാരണം ഞായറാഴ്ച ഉണ്ട്. ഈ ഏരിയയിൽ ഒരു തിരക്കോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഈ ഏരിയയിൽ വരികയാണെങ്കിൽ കോഴിക്കോട് ഏറ്റവും പഴയതായിട്ട് കുറച്ച് വീട്ടിലൊക്കെ കാണാം. കണ്ടോ, പൊളിഞ്ഞൊക്കെ അവിടെ താമസം ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ വേറെ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. യുദ്ധം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. കിട്ടുമെന്ന് അറിയില്ല എത്രത്തോളം. നമ്മളിനി പോണത് പുതിയ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡ്. അവിടുന്ന് വേണം നമുക്ക് ബസ് കയറിയിട്ട് മഞ്ചേരി പോകും. മഞ്ചേരിയിൽ നിന്ന് അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ തോന്നും. നേരെ നമ്മൾ വിടുന്നത് എവിടേക്കാണ്? സ്ഥലം പറയും. പുതിയ സ്റ്റാൻഡ്. അതല്ല, അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് മഞ്ചേരിയിൽ നിന്ന് സെഞ്ചുറി ഓടിക്കും. ടീച്ചർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഓട്ടോ വിളിച്ചിട്ട്
ഞങ്ങൾ 5 ആൾക്കാരുണ്ടല്ലോ ഒരു വണ്ടിയിൽ ഓട്ടോ 5 ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ മടിയിലൊരുത്തൻ എൻ്റെ മടിയിലൊരുത്തൻ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തണ്ടേ? ഇവിടെ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറിയിട്ടുണ്ട്. ഏതാ ബസ്? മഞ്ചേരി ബസ് കയറിയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ യാത്ര. മഞ്ചേരി ബസ് സ്റ്റാൻഡിലാണ് ഓട്ടം വിളിച്ചത്. പോയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചാൾ തന്നെ മടിയിലും സംഗതിയൊക്കെ വെച്ചിട്ട് മുന്നത്തെ പോലെ തന്നെ പറയൂ നീ പറയാണ്ടേ പറയൂ. കോഴിച്ചോടത്തിന് അവിടെ എത്തട്ടെ. വന്നപ്പോഴുള്ള കാഴ്ച അരക്കമുണ്ട്, കാര്യമായിട്ട് അരക്കമുണ്ട്. ഓടിച്ചോടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഓട്ടോസ് വന്ന് ഇറങ്ങിയിട്ട് കയ്യോട്ടാണ്. കയ്യോട്ടി നിങ്ങൾക്ക് ആദ്യം ശീലം ഉണ്ടല്ലോ, അത് പേടിക്കണ്ടായിരുന്നു. അയ്യോ നിങ്ങൾ വലിയ ആൾക്കാർ, നിങ്ങളൊന്നും വീടെടുക്കാൻ പറ്റൂല. എല്ലാം മുടിയൊക്കെ കെട്ടി എല്ലാം സ്റ്റൈലിലാണ് വന്നേണ്. എന്താണ് മമ്മ എന്താ പറയാ? ഇപ്പൊ ഒരു പടക്ക ആൾക്കാരല്ലോ, കൃത്യ ടൈമിങ് ആയല്ലോ. ഉണ്ടോ കല്യാണത്തിന് ബന്നന്റെ വണ്ടികൾ എടുക്കണേ? ഏത് ബന്നന്റെ? കല്യാണത്തിന് പോകാണ്ടിത് നോക്കാം. അടുത്ത വണ്ടി HR വണ്ടി, BMW. ഏത് മൂഡ് മോ. മാറിക്കോ സെലിബ്രേഷൻ എനിക്ക് കാണണം. മാറി നിൽക്കൂ, അവിടെ നിൽക്കൂ, വരൂ പറയൂ എന്തൊക്കെ വാ അന്ത ഏത് മൂഡ്. വല്ല ടീംസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരാള് അഭിയെ എന്തുകൊണ്ട് നേരം വയ്ക്കി? ഒരു ഫംഗ്ഷനും നേരത്തെ കാലത്ത് എത്താൻ നിനക്ക് പറ്റില്ല. എന്തുകൊണ്ട് പറ? ഇതിന് മാത്രം തിന്നാൻ മാത്രം വന്നല്ലടാ നീ. ഹരിയെ തിന്നാൻ മാത്രം കയറിയെന്നാണ്. നിരന്ന് ഇരുന്നിട്ടുണ്ട്. അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ കമ്മ ആൾക്കാരാണ്. ഫുഡ് ടൈം ആയിട്ടുണ്ട്. ബഫേ സ്റ്റൈലാണ് ഫുഡ്. സെറ്റപ്പ് തന്നെയല്ലേ? തീരുമാനമൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ഏതാ തിന്നണം അല്ലേ? എന്താ വർത്താനം പറയുന്നത്? തിന്നണം എന്തും പോവാ. ഇപ്പൊ തൽക്കാലം ജിമ്മൊക്കെ മാറ്റിയേക്കുക, എന്നിട്ട് കഴിക്കുക, എന്നിട്ട് ആഫ്റ്റർസ് ഇട്ടോ. ഞാൻ കഴിക്കും. എന്തായാലും വേസ്റ്റ് ആക്കൂല. എത്ര പേര് റൈസ് അടിങ്ങനെ ഓക്കെ, നീ കഴിച്ചിട്ട് അറിയാം. അപ്പം പറഞ്ഞ പോലെ നമ്മളിവിടെയാണ്. അടച്ചമ്പരാണ് ഈ പോക്ക്. ഇതിലാ തോന്നുന്നുണ്ട് കേട്ടോ. തിരിച്ചിട്ട് ഇതിലാണോ പോണേ? എത്ര ആൾക്കാരുണ്ട്?
അയ്യോ ചാട്ടമാണ് ഉണ്ണി ചാട്ടം. അപ്പൊ ബാഗ് കൊണ്ടോ ചാടാ ആറാട് അടി വാങ്ങിച്ചോ. ഇങ്ങോട്ടല്ലേ ട്രെയിൻ എടുക്കാണ്. ട്രെയിൻ പോട്ടെ നമുക്ക് പോവാ. സൈഡൊക്കെ കേട്ടോ. ബാക്കിലില്ലേ മാക്രി? സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇറങ്ങിയിട്ട് ഇതാണ് സുഖം. മംഗലാപുരം സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് സുഖം ഇതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി നടക്കുക. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇതിൻ്റെ വാളുണ്ടോ, ഈ സൈഡിൽ കൂടെ എവിടെയും കയറാം. കയറിയിട്ട് പെട്ടെന്ന് എത്തോടാ. ഇങ്ങനെ ആകുമ്പോൾ ഹോസ്റ്റലിലേക്ക് നടന്നെത്താൻ തോന്നുന്നു. അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് ആകുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. പിന്നെ ഓട്ടോറിക്ഷ വിളിക്കണം, അതിന് 100 റുപ്യ കൊടുക്കണം. 100 റുപ്യ ഒന്നും ഇല്ല, പക്ഷേ 100 റുപ്യ കൊടുക്കണ്ടേ, അങ്ങനെ അവസ്ഥ. അപ്പോൾ കുറച്ച് നടക്കണം, അതും ഈ റൂട്ടിൽ കൂടെ. പോയി എന്താ പിന്നെയും ചൂട്ടുണ്ടോ? കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോടാ. ഇഷ്ടം പോലെ ട്രെയിൻ പകുതി ഇറങ്ങി ഇതെല്ലാം ചെപ്പുക്കല്ലല്ലോ. എടാ അവിടെ പോയാൽ അതല്ലേ ഓട്ടോറിക്ഷയ്ക്ക് കായ് എടുക്കണം. ഇവിടുന്ന് നടന്നാൽ പെട്ടെന്ന് എല്ലായിടത്തും എത്താനുള്ള ഒരു കുറച്ച് ഏരിയ ഉണ്ടല്ലോ. ഏത് വയ്യടാ അടിട്ടോ? അവിടെ നിന്ന് ചാടനുണ്ടോ? അതിനകത്തുനിന്ന് ചാടി വന്നാണ്. ചാടനൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് നമുക്ക് ഇവിടേക്ക് കയറാൻ പറ്റില്ല അല്ലേ. ഇതൊക്കെ വീഡിയോ ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കോണിയുണ്ട് റെയിൽവേൻ്റെ എന്തോ, അത് കയറി ചാടിങ്ങനെ വരണം. അല്ലോ ഇവിടെ ഫ്ലാഷ് അടിക്കുന്ന ടാസ്ക് കേട്ടോ. വീട്ടുകാർക്ക് പട്ടി ഉണ്ടാവില്ലല്ലേ ഈ വീട്ടിലൊന്നും. എന്തൊക്കെ ചെയ്യണമല്ലേ ഒരു ഹോസ്റ്റലിലേക്ക് എത്തണമെങ്കിൽ. തേങ്ങ നോക്കാറ് ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ. ഇപ്പം നമുക്ക് ഈ വീഡിയോ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പറയാമല്ലേ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കലുണ്ട്. കമൻറ്റ് ബോക്സിലാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കൽ. മിക്കവാറും ആൾക്കാർ കാണാനില്ല. ദൂരെ കണ്ടോ ഓലാണ് നമ്മുടെ ടീം ഉണ്ടാവും കുറച്ച്. അപ്പം നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ മിക്കവാറും ആൾ നോക്കാറില്ല. ഞാൻ റൂമിൽ പോയി പറയും ക്വസ്റ്റ്യൻ ഇട്ടിങ്ങനെ ചെയ്യണം, അല്ല അതിന് ആൻസർ ചെയ്ത് അങ്ങനെ കിട്ടും അങ്ങനെ. എന്നാലും കുറേ ആൾക്കാർ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ക്യാഷ് ബാക്ക് കൊടുക്കില്ല. 5 റുപ്യ മുതൽ 55 റുപ്യ വരെ കൊടുക്കാറുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം ഇന്നത്തെ ഈ വീഡിയോൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങൾക്ക് ഇട്ടാം. ഇഷ്ടമുള്ള കമൻറ്റ് നിങ്ങൾക്ക് ഇടാം. അതിൽ സെലക്ട് ചെയ്യണ 3 കമൻറ്റിന് ക്യാഷ് പ്രൈസ് ഉണ്ട്. കമൻറ്റ് എന്തായിരിക്കണം പറയാം, ഫണ്ണി ആയിട്ടോ നല്ല ഒരു ക്രേസി അല്ലെങ്കിൽ കോമഡി കമൻ്റ് ആയിരിക്കണം. ആൾക്കാർക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കമൻറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ കമൻ്റ് ആയിരിക്കണം. അങ്ങനെ 3 കമൻറ്റിന്. ഫസ്റ്റ് കമൻറ്റിന് 50 റുപ്യ, സെക്കൻഡ് കമൻറ്റിന് 40 റുപ്യ, തേർഡ് കമൻറ്റിന് 30 റുപ്യ. ഇതാണ് ക്യാഷ് ബാക്ക്. ഇങ്ങനെയാണ് ഞാൻ പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും ഇപ്പം തന്നെ കമൻറ്റ് ഇട്ടോളി. നമ്മൾ ഹോസ്റ്റലിലെത്തില്ല, ഹോസ്റ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷൂസൊക്കെ കണ്ടത് കാര്യമുണ്ട്. അടങ്ങാറാണ്. നമ്മളെ കൂടെ എപ്പോഴും സപ്പോർട്ടീവ് ആയി ഒരു കുരങ്ങനുണ്ട്. ഈ കുരങ്ങ അങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് മാറിക്കേ. ഇതാണ് കുരങ്ങൻ. ഇങ്ങോട്ട് നോക്കൂ. ഞങ്ങളുടെ വീടൊക്കെ ഉണ്ട് സൈഡിലേക്ക്. സത്യം പറഞ്ഞാൽ ക്യാമറ തിരിക്കുന്ന പ്രശ്നമല്ല, പക്ഷേ ഇത് ഫ്ലാഷ് ഉണ്ട് ക്യാമറയ്ക്ക്, അതാ പ്രശ്നം. ഫ്ലാഷ് അടിച്ചാൽ പോകണം. അപ്പോൾ വീട്ടിലേക്ക് തിരിഞ്ഞാണ്, രാത്രിയല്ലേ, സീനായി കഴിഞ്ഞാൽ അടി കർണാടകയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെങ്ങായി ഓടും. ഞാനും ഓടിയാൽ ഏത് ഓടും എത്തൂല്ല. അപ്പോൾ ചെങ്ങന്മാരെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. 10-11 മണിക്കൂർ എനിക്ക് തോന്നുന്നു. ഫുൾ യാത്ര മാത്രമായിരുന്നു. രാവിലെ ഒരു 3:45-4 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പതാ ഒരു 9:15 ഏകദേശം ടൈമിന് കയറുന്ന ഹോസ്റ്റൽ. അതുവരെ കൂടുതലും യാത്ര മാത്രമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 1-1.5-2 മണിക്കൂർ മാത്രം ഫുഡ് ആൻഡ് കുറച്ച് റെസ്റ്റ് വളർത്തി തിന്ന് റെസ്റ്റ് എടുത്ത്, വേറെ ഒന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. കൂടുതൽ യാത്ര മാത്രമല്ല. വിളിച്ചതിൻ്റെ അത് നമ്മൾ സ്വീകരിച്ചു. അയാളെ മെയിനായി പോയത്. നല്ല ദൂരമുണ്ട് ഇവിടുന്ന് പോകാൻ. മംഗലാപുരത്ത് നിന്ന് തന്നെ 5-5.5 കിലോമീറ്റർ, 5.5 മണിക്കൂർ, 6 മണിക്കൂറിൻ്റെ ഓട്ടമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും 5.5 മണിക്കൂർ തന്നെ ഓട്ടമായി അത്യാവശ്യമായില്ലേ. 11 മണിക്കൂർ പ്ലസ് ട്രെയിൻ മാത്രം, ബസ് 1.5 മണിക്കൂർ ബസ്, ഇതൊക്കെ താണ്ടിയിട്ട് കല്യാണം അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ക്വസ്റ്റ്യന് ആൻസർ ഇടാൻ മറക്കണ്ട. ഞാൻ പറഞ്ഞു 3 കിട്ടുക. അപ്പോൾ നല്ലൊരു ഇത് ഇടുക, കമൻറ്റ് ഇടുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ചേട്ടാ.